ഈ 27 കിലോമീറ്റർ നീളത്തിലുള്ള ഈ ട്യൂബിനകത്ത് നടക്കാൻ പോകുന്ന പ്രകാശത്തിൻ്റെ വേഗതയുള്ള പ്രോട്ടോണുകളുടെ കൊളീഷൻ പോലും എക്സ്ട്രാപൊളേറ്റ് ചെയ്യാനോ ഇൻട്രാപൊളേറ്റ് ചെയ്യാനോ സാധ്യമല്ല. ഇതിനെ ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലൊരു ചർച്ച വന്നപ്പോൾ കലാനാഥൻ സാറ് പറയുണ്ടായി, ഇതിനെ ദൈവം ഈശ്വരൻ എന്ന് തന്നെ വിളിക്കണമെന്ന്. ഒന്നും നിർബന്ധമില്ല. ഇഡ്ഡലി എന്നോ ദോശ എന്നോ ചട്ടി എന്നോ കല എന്നോ എന്താ വേണ്ടെന്ന് വെച്ചാൽ വിളിച്ചോളാം. പക്ഷേ ശാസ്ത്രത്തിനും മറ്റൊന്നിനും വിവരിക്കാൻ സാധ്യമല്ലാത്ത അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഇന്ന് ഫിസിക്സിലില്ലെങ്കിൽ ഫിസിക്സ് 0 ആണ്, ബയോകെമിസ്ട്രിയിൽ ഇല്ലെങ്കിൽ ബയോകെമിസ്ട്രി 0 ആണ്, അനാറ്റമിയിൽ ഇല്ലെങ്കിൽ അനാറ്റമി ഈ 21st സെഞ്ച്വറിയിൽ 0 ആണ്. അതുകൊണ്ട് അതിനെ ആത്മാവെന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേറെ ഏത് വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. സർ, ഇപ്പോൾ പറയുകയുണ്ടായി നമുക്ക് ഈശ്വരൻ എന്ന് വിളിക്കണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ എന്ത് പേര് വേണമെങ്കിൽ ചേർത്ത് വിളിക്കാം. ഈശ്വരൻ്റെ സ്ഥിരതയെക്കുറിച്ച് യുക്തിവാദികൾ നിഷേധിക്കാറുണ്ട്. ഈ നിഷേധിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതിനുള്ള തെളിവുകളുണ്ടോ? ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ തന്നെ ആത്മാവ് എന്ന ആശയം അത്ര നിസ്സാരമായി ഡോക്ടർ പറയുന്നത് പോലെ നിർവചനത്തിന് അതീതമായൊരു ഘടകമല്ല. മതപണ്ഡിതന്മാർ മുഴുവൻ നിർവചിച്ചൊരു പദപ്രയോഗമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ബയോകെമിസ്ട്രിയിലെയോ അത്യന്താധുനിക ശാസ്ത്രത്തിൻ്റെയോ അജ്ഞാതമായ വിഷയങ്ങളെ ആത്മാവുമായി കൂട്ടിയോജിപ്പിച്ച് അത് തമ്മിൽ ബന്ധമില്ലാത്ത രൂപത്തിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. അത് സത്യത്തിൽ വസ്തുതകളെ വേർതിരിച്ച് കണ്ടെത്തി അതിൻ്റെ ന്യായം കണ്ടെത്താനുള്ള ഒരു നിലപാടിൽ നിന്നൊരു പിന്നോട്ട് പോകലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ആത്മാവ് എന്ന് പറയുന്ന പദം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ശാസ്ത്രത്തിൽ നിന്നല്ല, മതക്കാരാണ്. മതക്കാർ പറയുന്നത് ശരീരം ജനനവേളയിൽ ശരീരത്തിൽ ആത്മാവ് കടക്കുമ്പോഴാണ് ജൈവശരീരത്തിന് ജീവൻ കിട്ടുന്നത്. അതേ ശരീരത്തിൽ നിന്ന് ജീവൻ ഈ ആത്മാവ് എപ്പോൾ പുറത്തു കടക്കുന്നുവോ അപ്പോൾ മരണം നടക്കുന്നുവെന്നാണ്. ഇങ്ങനെ നടക്കുന്ന ഈ ആത്മാവിൻ്റെ സ്വഭാവം ജീവൻ നൽകുന്ന ഒരു ഘടകമായിട്ടാണ് ജൈവശാസ്ത്ര പണ്ഡിതന്മാരായ അല്ലാത്തവരുമായ മതപണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചു വച്ചിട്ടുള്ളത്. അത് സത്യമല്ല എന്നതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ ശരീരത്തിൽ ആത്മാവ് കടക്കാതെ തന്നെ അയാൾക്ക് നിരന്തരമായ ജീവൻ തുടരുന്നുണ്ട്. ഒരാളുടെ ജീവൻ ആരംഭിക്കുന്നത് പ്രസവ നിമിഷത്തിലല്ല, നേരെ മറിച്ച് അയാൾക്ക് ജീവൻ ലഭിക്കുന്നത് ജനനത്തിൻ്റെ ആദ്യ നിമിഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആദിമ ജീവകോശ സംയോജന വേളയിൽ ഗർഭാശയത്തിലെ 10 മാസം മുമ്പ് നടക്കുന്ന ഒരു പ്രക്രിയ. അപ്പോഴും പ്രാഥമിക കോശത്തിന് ജീവനുണ്ട്. അതിനു മുമ്പ് ആ കോശം രൂപപ്പെടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്ന് വരുന്ന ബീജങ്ങൾക്കും ജീവനുണ്ട്. അപ്പം ജീവൻ എന്ന് പറയുന്നത് പ്രസവവേളയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല, ജീവനോടുകൂടി വളരുന്ന ഒരു വസ്തു യഥാർത്ഥത്തിൽ 10ാം മാസം പുറത്തു വരുമ്പോൾ ജീവൻ പ്രകടിപ്പിക്കുന്നുവെന്നാണ്. അപ്പം ജനന സമയത്ത് ജീവൻ ഉണ്ടാകാൻ ആത്മാവ് കടക്കേണ്ടതില്ല എന്നത് ജൈവശാസ്ത്ര സത്യമാണ്. അതിന് ബയോകെമിസ്ട്രിയിലേക്കൊന്നും കടക്കണ്ട. ജീവോൽപാദന ശാസ്ത്രത്തിൻ്റെ താണ നിലവാരത്തിൽ നിന്നാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ജനനവേളയിൽ അകത്ത് കടക്കാത്തൊരാത്മാവ് മരണവേളയിൽ പുറത്തു പോകുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ജീവൻ എന്ന് പറയുന്നത് ആത്മാവുമായി യാതൊരു ബന്ധമില്ല, നേരെ മറിച്ച് അതൊരു ബയോകെമിക്കൽ ആക്ഷനാണ്. ഓക്സിജനും ജൈവ പദാർത്ഥങ്ങളും തമ്മിൽ കോശങ്ങളിൽ നടക്കുന്ന ഓക്സീകരണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് വസ്തുവിന് ജീവൻ ലഭിക്കുന്നത്. അത് ഉയർന്ന ജീവിയിലും താണജീവിയിലും അതാണ്. അതിൻ്റെ അപ്പുറം ആത്മാവിൻ്റെ ആശയങ്ങൾ വരുമ്പോൾ അജ്ഞാതമായ ശാസ്ത്രമണ്ഡലത്തിൽ കിട്ടുന്ന ചില പ്രതിഭാസങ്ങളെ എന്ത് ഭാഷ കൊണ്ട് വിളിച്ചാലും പറ്റും എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു ശാസ്ത്രകാരൻ വ്യാഖ്യാനിക്കുന്നത് ഉചിതമല്ല. ശാസ്ത്രത്തിലെ എല്ലാ പദങ്ങളും വസ്തുനിഷ്ഠമാണ്, നേരെ മറിച്ച് മനോനിഷ്ഠമല്ല. ഇതൊരു മനോനിഷ്ഠമായ അവസ്ഥയിലാണ് അദ്ദേഹം വിവരിക്കുന്നത്. Slip-ons, lighter than you imagine, from VKC. VKC, my confidence. VKC Pride. Slip-ons, lighter than you imagine, from VKC. സ്മാർട്ടായി നടക്കൂ. ഹായ്, എല്ലാവരും സ്മാർട്ട് ആയല്ലോ. ബി സ്മാർട്ട് വിത്ത് സ്മാർട്ടക്. സ്മാർട്ടക് ഫ്രം VKC. My Odysseia, the next footwear.
Jogger, natural comfort from Mr. Walker. പോളിഷ് വേണ്ട മോനെ, ഇതേ ക്യൂബിക്സാ. ക്യൂബിക്സ് PU ഫുട്വെയർ. മാഡം പോളിഷ് ചെയ്യാം. പോളിഷ് വേണ്ട മോനെ, ഇതേ ക്യൂബിക്സാ. പാദം ഏതായാലും പാതകം അത് ക്യൂബിക്സ് തന്നെ. ക്യൂബിക്സ് PU ഫുട്വെയർ. Jogger, natural comfort from Mr. Walker. പോളിഷ് വേണ്ട മോനെ, ഇതേ ക്യൂബിക്സാ. ക്യൂബിക്സ് PU ഫുട്വെയർ. അജ്ഞതയുടെ മൂശയിൽ അത്ഭുതങ്ങൾ തീർക്കപ്പെടുമ്പോൾ ഇന്നിൻ്റെ നൊമ്പരങ്ങളുടെ പരിഹാരം തേടി ഈ കോലാഹലമെട്ടിൽ അഭയം തേടുന്നവർ നിത്യ ദുരിതക്കയത്തിൽ അണ്ടുപോകാതിരിക്കാൻ ഒരു പുത്തൻ ജാലകം വാസ്തവം ഇന്നിതാ ഇവിടെ തുറക്കുന്നു. അഗ്നി ആദിമ മനുഷ്യന് ഒരു അതിശയമായിരുന്നു. അത്ഭുതം ആരാധനയ്ക്കു വഴിമാറി. ഒപ്പം അതിനെ മെരുക്കാനും അവന് കഴിഞ്ഞു. മെരുക്കിയ അഗ്നിയെ അതിശയിപ്പിക്കാൻ വേണ്ടി ഇന്നും നിർബാധം പ്രയത്നങ്ങൾ തുടരുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ യാതൊരു അത്ഭുതത്തിൻ്റെയും വകയില്ല എന്ന് തുറന്നു കാണിക്കുന്ന ഒരു പരീക്ഷണം വാസ്തവം ഇന്നിതാ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പ്രാർത്ഥന മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ടോ? തെളിയിക്കപ്പെടാത്ത വിഷയമാണ്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ചെലവ് ചുരുങ്ങിയ പ്രാർത്ഥന, ചെലവ് കൂടിയ പ്രാർത്ഥന, യാഗത്തിൽ കൂടിയുള്ള പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥനയുടെ രൂപങ്ങൾ പലതാണ്. ചിലർ യാഗങ്ങൾ നടത്തിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് ഒരു യാഗം നടത്തി. ആ യാഗം നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ടത് സദാചാരി ബാബയായിരുന്നു. സദാചാരി ബാബ നടത്തിയ ആ യാഗത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ യാഗകുണ്ഡത്തിൽ സദാചാരി ബാബ നെയ്യ് ഒഴിക്കുമ്പോൾ അതിൽ നിന്നും